വെല്ലുവിളികൾക്ക് പ്രസക്തിയില്ല. ഇതാ അർജന്റീന തുടർച്ചയായ രണ്ടാം വേൾഡ് കപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇംഗ്ലീഷുകാരുടെ വെല്ലുവിളി ഗ്രൗണ്ടിൽ തീർത്തുകൊടുത്ത് രോമാഞ്ചം സമ്മാനിച്ചാണ് അർജന്റീനയുടെ ഫൈനൽ പ്രവേശനം. വീണ്ടും ലിയോ മെസ്സി മാജിക്. മെസ്സിയുടെ മാജിക്കിൽ അർജന്റീന ഇതാ 2-1 ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. തുടർച്ചയായ മത്സരങ്ങളിൽ അർജന്റീനയുടെ തിരിച്ചുവരവ് ഫുട്ബോൾ ലോകം കണ്ടുകൊണ്ടേയിരിക്കുന്നു. മത്സരത്തിന്റെ 85 മിനിറ്റ് വരെ അർജന്റീന ഒരു ഗോളിന് പിന്നിൽ. പിന്നെ ഫുട്ബോൾ ലോകം കണ്ടത് മെസ്സി മാജിക്കും അർജന്റീനയുടെ കംബാക്കുമായിരുന്നു. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഗോൾ നേടിയ ഗോളിലൂടെ ഇംഗ്ലണ്ടാണ് ആദ്യം മുന്നിലെത്തുന്നത്. മത്സരത്തിൻ്റെ 80 മിനിറ്റ് ആയപ്പോൾ സ്കലോണി പല സബ്സ്റ്റിറ്റ്യൂഷനുകളും നടത്തിക്കൊണ്ടേയിരുന്നു. ഒടുക്കം മത്സരത്തിൻ്റെ 85-ാം മിനിറ്റിൽ നായകൻ ലിയോണൽ മെസ്സിയുടെ പാസിൽ നിന്നും എൻസോയുടെ വെടിയുണ്ട ഗോൾ വലയിൽ ചെന്ന് പതിക്കുന്നു. എന്നിട്ട് അതിനുശേഷം ഇംഗ്ലീഷ് ആരാധകർക്ക് മേൽ നോക്കിക്കൊണ്ട് ലിയോ മെസ്സിയുടെ ഐക്കോണിക് സെലിബ്രേഷനും അയച്ചുവിടുന്നു. അപ്പോഴേ അർജന്റീനയുടെ തിരിച്ചുവരവ് ഫുട്ബോൾ ലോകം കണ്ടതാണ്. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങില്ലെന്ന് അർജന്റീന ആരാധകർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഡിഫൻഡർമാരെ ഇറക്കിയ ഇംഗ്ലണ്ടിന്റെ തീരുമാനം പാളിയെന്ന് പിന്നീടുള്ള ഓരോ സെക്കൻഡുകളും തെളിയിച്ചു. മത്സരത്തിന്റെ അധിക സമയമായി ലഭിച്ചത് 7 മിനിറ്റുകൾ. ഇതിൽ പകരക്കാരനായി കളത്തിലിറങ്ങിയ ലൗതാരോ മാർട്ടിനസ് ലിയണൽ മെസ്സിയുടെ മാജിക്കൽ ക്രോസിന് തലവെച്ചുകൊണ്ട് അർജന്റീന വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കുന്നു. പിന്നീട് ഇംഗ്ലീഷുകാർക്ക് തിരിച്ചു വരവാൻ സമയമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചു വരവാൻ അർജന്റീന അനുവദിക്കുമായിരുന്നില്ല. ഇതാ മെസ്സിയെ ഉറക്കി കിടത്തിക്കളയുമെന്ന് പറഞ്ഞവർക്കുള്ള മറുപടി മെസ്സി തന്നെ തൻ്റെ ഇടം കാലുകൊണ്ട് സമ്മാനിച്ചിരിക്കുന്നു. മത്സരം മാറ്റിമറിച്ചത് ലിയണൽ മെസ്സിയുടെ 2 അസിസ്റ്റുകളായിരുന്നു. അതിൽ നിന്ന് പിറന്ന മാരക ഗോളുകൾ. മെസ്സിയുടെ മിന്നും പ്രകടനത്തിനാണ് ഇന്നത്തെ മത്സരത്തിൽ ഫുട്ബോൾ ലോകം സാക്ഷിയായത്. ഇനി 19-ാം തീയതി നടക്കുന്ന പോരാട്ടത്തിൽ അർജന്റീന സ്പെയിനിനെ ഫൈനലിൽ നേരിടും. തുടർച്ചയായ 2ാം തവണ അർജന്റീനയ്ക്ക് കിരീടം നേടാനാകുമോ എന്ന് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് നൗ.